എന്നിട്ട് പോലും അവൻ കുനിഞ്ഞ് കരയുന്നതല്ലാതെ അവൻ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ മോനെ രക്ഷപ്പെടുത്താമായിരുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ മുഖ്യമന്ത്രി CBI അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി സിദ്ധാർത്ഥിൻ്റെ അച്ഛനും അമ്മയും. CBI അന്വേഷിക്കുന്നതിൽ ആശ്വാസമുണ്ട്. പ്രധാന പ്രതിയായ അക്ഷയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അക്ഷയ് സിദ്ധാർത്ഥിനെ ചെയ്ത ക്രൂരതയെക്കുറിച്ച് കണ്ണീരോടെ അമ്മ പറയുമ്പോൾ ഒരാൾക്കും അത് സഹിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഇതിലൊരു ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ഇതിലൂടെ നീതി കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇറങ്ങും. അത് പോയിട്ട് ഞങ്ങൾക്ക് കുറച്ചുപേരുടെ കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഒരു അക്ഷയിനെ ഞാൻ അന്ന് മുതലേ ബന്ധപ്പെടുന്നതാണ്. 16, 17, 18 അന്ന് മുതലേ ബന്ധപ്പെടുന്നതാണ്. ഈ 18-ാം തീയതി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നു അവനെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് 5 മണിയോടെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ പറയുന്നു, കുഴപ്പമില്ല ആൻറ്റി, ഞാൻ അകത്ത് പോയിട്ട് കൊടുക്കാം, ഡോക്ടർ അടുത്താണ്, ഞാൻ അകത്ത് പോയിട്ട് കയറിയിട്ട് കൊടുക്കാം എന്ന് പറയുന്നു. ഞാൻ എനിക്കതൊന്നും അറിയില്ലല്ലോ. ഞാൻ 18 അടുത്ത് ബോഡിയുടെ കൂടെ മോൻ്റെ കൂടെ ഇവർ വന്നപ്പോൾ ഞാൻ അക്ഷയുടെ കയ്യിൽ പിടിച്ചില്ലേ, എനിക്കിപ്പോൾ എൻ്റെ ഈ കൈയോടുകൂടെ തന്നെ വെറുപ്പ് തോന്നുന്നു. എന്നിട്ട് പോലും അവൻ കുനിഞ്ഞ് കരയുന്നതല്ലാതെ അവൻ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ മോനെ രക്ഷപ്പെടുത്താമായിരുന്നു. ആ 16-ാം തീയതി വിളിച്ചപ്പോൾ അവൻ കിടക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഉപദ്രവം. അപ്പോൾ അവൻ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു. അതുപോലെ ദേവരാഗ് അടിച്ചെന്നും കൂടെ കേൾക്കുമ്പോൾ ശരിക്കും അവരൊന്നും ഞങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അച്ഛൻ പല പേരുകളും ഉന്നയിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും ആ പേരൊന്നും വന്നിട്ടില്ല. ഡീനെതിരെ നമ്മൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ആരോപണമല്ല, ഡീനെതിരെ വ്യക്തമായ തെളിവുകളുണ്ട്. ഇതിനൊരു കൂട്ടുനിന്നതിനും മർദ്ദിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും എല്ലാത്തിനും ഡീനെതിരെ ശക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. പക്ഷേ അതൊന്നും അന്വേഷണത്തിൽ വന്നിട്ടില്ല. ഇതെല്ലാം ശരിക്കും ഞാൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിച്ച് പോകുമോ എന്നുള്ളതില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ CBI അന്വേഷണത്തിൽ അതിനുവേണ്ടി മുമ്പോട്ട് പോയത്.